ഏത് വലിയ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിലും എത്ര രൂപയുടെ കടബാധ്യത ഉള്ളവരാണെങ്കിലും ശരി, ഈ ഇസ്മും ഇശാ മഗ്‌രിബിനിടയിൽ നിങ്ങൾ കുറഞ്ഞ സമയം പറഞ്ഞിട്ട് റബ്ബിനോട് നിങ്ങളുടെ ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വലിയ കൊടികുത്തിയ കടമാണെങ്കിലും ശരി, നിമിഷ നേരം കൊണ്ട് അത് വീട്ടിൽ കിട്ടും. കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് അത് പരിഹരിച്ചു കിട്ടും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഏതു വലിയ മാരക രോഗങ്ങളാണെങ്കിലും എത്രയും പെട്ടെന്ന് അതിന് ശമനം ലഭിക്കും. അതല്ലാതെ ഒട്ടനവധി നേട്ടങ്ങൾ ലഭിക്കുന്ന മഹത്തായ അള്ളാഹുവിന്റെ ഒരു ഇസ്മ, ഒരു ചെറിയ ഇസ്മ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പഠിക്കാം. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഒരുപാട് തവണ ചൊല്ലാൻ അള്ളാഹു അവസരം നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. അല്ലാഹു നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ കബൂലാക്കുമാറാകട്ടെ. ഒന്നുപോയ അപാകതകൾ, വീഴ്ചകൾ, പാകപ്പിഴവുകളൊക്കെ അല്ലാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ. ഒരുപാട് ആളുകൾ സങ്കടം പറയുന്നുണ്ട്, ഉസ്താദെ വല്ലാത്ത രോഗത്തിലാണ്, മക്കൾക്ക് രോഗമാണ്, മാതാപിതാക്കൾക്ക് രോഗമാണ്, അതുപോലെ ഭാര്യയ്ക്ക് രോഗമാണ്, ഭർത്താവിന് രോഗമാണ്, തുടങ്ങി ബന്ധുമിത്രാദികളുടെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ. അല്ലാതെ എൻ്റെ ശരീരത്തിന് രോഗമുണ്ട്, കാലുവേദന, കൈമുട്ട് വേദന, അതുപോലെ തന്നെ ഊരയ്ക്ക് വേദന, അതുപോലെ കിഡ്നി സ്റ്റോൺ തുടങ്ങി ആന്തരികവും ബാഹ്യവുമായ അവയവങ്ങളിൽ പ്രശ്നങ്ങളുള്ളവർ പലരും ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും ശമനം നൽകുമാറാകട്ടെ. എൻ്റെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ, ഉമ്മമാരിൽ, സഹോദരിമാരിലൊക്കെ ഉണ്ടാവും ഇതുപോലെ പ്രയാസങ്ങളുള്ളവർ. പല ഉമ്മമാർക്ക് മുട്ടുവേദന പറഞ്ഞു ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. അതുപോലെ തന്നെ പലരും സ്ഥിരമായി മൈഗ്രെയിൻ്റെ ബുദ്ധിമുട്ട്, തലവേദന വരുന്നവരുണ്ട്. അതുപോലെ തന്നെ ഊരയ്ക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണ്, അടുക്കള ജോലിയൊന്നും ചെയ്യാൻ കഴിയണില്ല, ഇങ്ങനെ പറഞ്ഞ് ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. ഇങ്ങനെ തുടങ്ങി പല പ്രശ്നങ്ങളുള്ള സ്ത്രീകൾ പലരും, കാരണം സ്ഥിരമായി പാത്രം എടുക്കുകയും കഴുകുകയും ഒരുപാട് ജോലികളാണല്ലോ ഉള്ളവരൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യും, സ്ഥിരമായി ചെയ്യുമ്പോൾ ഇങ്ങനെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും വേദന ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ ആളുകളുണ്ട്. എന്തെങ്കിലും പരിഹാരം ഉണ്ടാവും? കാരണം ആത്മീയമായ ചികിത്സ, മരുന്ന് കഴിച്ചു വഴിക്കായി മരുന്ന് ഇങ്ങനെ കഴിക്കുക എന്നല്ലാതെ അത് വരും നിൽക്കും പോകും. ഇത് ശാശ്വതമായി തീർന്നു കിട്ടാൻ, മാറി കിട്ടാൻ, ആഫിയത്ത് കിട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചോദിക്കുന്ന പല ഉമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്. തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ ഇസ്മുകളുണ്ട്, അസ്മാഉൽ ഹുസ്ന. നമുക്ക് എന്തിനും പരിഹാരം. അസ്മാഉൽ ഹുസ്ന സ്ഥിരമായ എല്ലാ ദിവസവും നമുക്ക് മുഴുവൻ ചെല്ലാൻ പറ്റുമോ? നമ്മൾ ഭാഗ്യവാന്മാരാണ്. അത് കാണാതെ പഠിക്കാൻ പറ്റുമോ? നമ്മൾ സ്വർഗവാസികളാണ്. മുത്തുനബി തങ്ങൾ പരിചയപ്പെടുത്തിയല്ലേ അസ്മാഉൽ ഹുസ്ന എല്ലാത്തിനും പരിഹാരമാണെന്ന് ഖുർആൻ പറഞ്ഞതല്ലേ. അതുകൊണ്ടല്ലേ അത് ഓതിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചോളാൻ പറയുന്നു. അള്ളാഹു പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അസ്മാഉൽ ഹുസ്ന പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചോദിച്ചു, നിങ്ങൾക്ക് പരിഹാരമാണ്. ഇനി അസ്മാഉൽ ഹുസ്നയുടെ ഓരോ ഇസ്മുകൾക്കും പ്രത്യേകതയുണ്ട് അല്ലേ? ഓരോ ഇസ്മിനും പ്രത്യേക ഫലങ്ങൾ, ഫായിദകൾ അല്ലാഹു വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആ ഫായിദ മനസ്സിൽ കരുതിക്കൊണ്ട് ആ ഫലം കിട്ടണമെന്ന ഉദ്ദേശം കൊണ്ട് ഒരാൾ അത് ചൊല്ലുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യം അല്ലാഹു നടത്തി കൊടുക്കും. അല്ലാഹു അതങ്ങ് സാധിപ്പിച്ചു കൊടുക്കും ഇൻഷാ അല്ലാഹ്. ഇന്നും അസ്മാഉൽ ഹുസ്നയിലെ മഹത്തായ ഒരു ഇസ്മ നമുക്ക് പരിചയപ്പെടാം. രോഗങ്ങൾ കൊണ്ട് കഠിനമായി ബുദ്ധിമുട്ടുന്ന ആളുകൾ, ഇനി അത് ചെറിയ രോഗമാകട്ടെ, വലിയ രോഗമാകട്ടെ, മക്കളുടെ രോഗമാകട്ടെ, മാതാപിതാക്കളുടേതാകട്ടെ, ഭാര്യ ഭർത്താക്കന്മാരുടേതാകട്ടെ, ആരുടെ ആണെങ്കിലും രോഗം കൊണ്ട് വിഷമിക്കുന്നവരാണോ, തീർച്ചയായിട്ടും മഹത്തായ ഒരു പരിഹാര മാർഗം അസ്മാഉൽ ഹുസ്നയിലുണ്ട്. നമുക്കൊന്ന് കേട്ടാലോ. അള്ളാഹുവിന്റെ ഇസ്മുകളുടെ കൂട്ടത്തിൽപ്പെട്ട വലിയ ബറക്കത്തുള്ള ഇസ്മാണ് അൽ ബാരിഉ എന്ന നാമം. അൽ ബാരിഉ എന്ന നാമം. ഈ ഇസ്മ ചൊല്ലുന്നതിനനുസരിച്ച് ഒരു മനുഷ്യന്റെ ദറജ അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു. ആ അള്ളാഹുവിന്റെ മഹത്തായ ഇസ്മ ഇങ്ങനെ ചൊല്ലുന്നതനുസരിച്ചിട്ട് ഒരു മനുഷ്യന്റെ ദർജ ഇങ്ങനെ ഉയർന്നു വരും. അപ്പൊ നമുക്ക് എത്ര ചൊല്ലാൻ പറ്റുമോ അത്രയും അധികരിപ്പിച്ച് ചൊല്ലുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇമാം യൂസുഫ് നബ്ഹാനി തങ്ങൾ പഠിപ്പിക്കുകയാണ്. യൂസുഫ് നബ്ഹാനി തങ്ങൾ പറയുകയാണ് അവിടുത്തെ കിതാബിൽ, ആരെങ്കിലും ഒരാൾ 100 തവണ വീതം, ഞാൻ ഭാര്യ 100 തവണ ചൊല്ലാൻ വളരെ എളുപ്പം, പെട്ടെന്ന് കഴിയും. 2 മിനിറ്റ് പോലും വേണ്ടി വരില്ല ചിലപ്പോൾ. 100 തവണ വീതം 7 ദിവസം തുടർച്ചയായിട്ട് ഇശാഇന്റെയും മഗ്‌രിബിന്റെയും ഇടയിൽ, ഇശാഇന്റെയും മഗ്‌രിബിന്റെയും ഇടയിൽ, ഇപ്പൊ നമ്മള് ഭക്ഷണം കഴിച്ച്, ഇപ്പം നോമ്പ് തുറക്കുന്ന സമയമൊക്കെ ആയതുകൊണ്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് നമുക്ക് ഇശാ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് കുറച്ച് സമയം മതിയല്ലോ, 2 മിനിറ്റ് എന്ത് ചെയ്യാ, നമ്മൾ ഇരുന്നു കൊണ്ട് എന്ത് ചെയ്യാ, ആ മഹത്തായ സമയത്ത് 7 ദിവസം തുടർച്ചയായിട്ട് 100 തവണ ഒരാൾ ഈ ഇസ്മ ചൊല്ലിക്കഴിഞ്ഞാൽ, ഈ ഇസ്മ ചൊല്ലിയതിന് ശേഷം എന്താവശ്യമാണോ റബ്ബിനോട് അവർ ചോദിച്ചത്, ആ ആവശ്യം അല്ലാഹു നടത്തി കൊടുക്കുന്നതാണ് എന്ന് അവിടെ നമുക്ക് ചോദിക്കാൻ എമ്പാടുമുണ്ട്. ഏറ്റവും നല്ലൊരു ദുആ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ഈ ഒരു ദുആ ആ സമയത്ത് എന്തായാലും നിങ്ങൾ ചൊല്ലിയിരിക്കണം. ഈ ഇസ്മ ചൊല്ലിയതിനു ശേഷം ഈ ദുആ ചൊല്ലണം. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? അതിലെല്ലാം പെട്ടിട്ട് നമ്മുടെ ദുനിയാവിന്റെ ആവശ്യം പെട്ടു, ആഖിറത്തിന്റെ ആവശ്യം പെട്ടു, മുഴുവൻ പെട്ടിട്ടുണ്ട്. അപ്പൊ ദുനിയാവിൽ നമുക്ക് എന്തൊക്കെ വേണോ അതൊക്കെ നമ്മൾ ചോദിച്ചു എന്നാണല്ലോ. ആഖിറത്തിന് എന്തൊക്കെ വേണോ അതൊക്കെ അതിൽ പെട്ടു. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, ആ ദുആ ഒരിക്കലും മറക്കരുത്. ഇനി സ്പെഷ്യലായിട്ട് പ്രത്യേകമായിട്ട് അള്ളാഹു എന്റെ കടബാധ്യത തീർത്തു തരണേ അല്ലാഹ്.
അള്ളാഹുവെ എൻ്റെ രോഗങ്ങൾക്ക് നീ ശമനം നൽകണേ. എടുത്തു പറയാ, അള്ളാഹു എൻ്റെ കാൽമുട്ട് വേദനയുണ്ട്, നീയാണ് ആ രോഗം നൽകിയവൻ, നീ എനിക്ക് ശിഫയാക്കി തരണേ അല്ലാഹ്. എനിക്ക് ഷോൾഡർ വേദനയുണ്ട്, നീയാണ് നൽകിയത്, നീ എനിക്ക് ശിഫയാക്കി തരണേ അല്ലാഹ്. അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക്, എൻ്റെ സഹോദരങ്ങൾക്ക്, എൻ്റെ ഭാര്യയ്ക്ക്, അല്ലെ എൻ്റെ ഭർത്താവിന് ഇങ്ങനത്തെ അസുഖങ്ങളുണ്ട് റബ്ബേ, നീ അത് ശിഫയാക്കി തരണേ അല്ലാഹ്. നമുക്ക് എന്താവശ്യമാണോ അത് റബ്ബിനോട് ചോദിക്കുക. രോഗശമനം എത്രയും പെട്ടെന്ന് ലഭിക്കുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചതായി കാണാം. മഹാനായ ഇമാം യൂസുഫിന്റെ ബഹാനി തങ്ങൾ അവിടുത്തെ കിതാബിൽ ഉദ്ധരിക്കുന്നതായി കാണാം. എത്ര വലിയ കടമുള്ളവരാണോ, കടം കൊണ്ട് പ്രയാസപ്പെട്ടിട്ട് ഇടങ്ങേറായി കഴിയുന്നവരുണ്ടല്ലേ. കടം തന്നവരെ കാണുമ്പോൾ ഒളിച്ചു നടക്കേണ്ട അവസ്ഥ, അവരെ കാണുമ്പോൾ അവരുടെ കണ്ണിൽ പെടാതെ മാറി നടക്കേണ്ട അവസ്ഥയുള്ളവരുണ്ടോ? തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഇസ്മ ചൊല്ലിക്കോളി, പതിവാക്കി. നമുക്ക് ഒരുപാട് മാർഗങ്ങൾ മുമ്പിലുണ്ട്, എന്നിട്ട് ആ മാർഗങ്ങളൊന്നും നമ്മൾ ചെയ്യാതെ വീണ്ടും ഇപ്പൊ അവിടെ കടം കിട്ടണമെങ്കിൽ ഇപ്പുറത്തുനിന്ന് വാങ്ങിയിട്ട് കൊടുക്കാൻ നിൽക്കാം. എന്നാൽ നമ്മൾ ചോദിക്കുമ്പോൾ എടുത്തു തരാൻ അദ്ദേഹത്തിന് ഒരു മനസ്സ് കിട്ടണമെങ്കിൽ, അദ്ദേഹത്തിന്റെ മനസ്സുണ്ടാകണമെങ്കിൽ അത് റബ്ബ് കനിയണം അല്ലേ. ചിലപ്പോൾ മൂപ്പറുടെ കയ്യിൽ ഉണ്ടാവും, അയാളുടെ കൽബിൽ ചിന്തിക്കാണിത്, ഇവൻ അവിടുന്ന് കടം മേടിച്ചിട്ട് അവിടെ കൊടുത്തിട്ടില്ല, പിന്നെ എൻ്റെ കയ്യിൽ എങ്ങനെയാണ് കടം മേടിച്ചാൽ എനിക്ക് തിരിച്ചു തരിക എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അയാൾ കടം തരൂല. ഇപ്പൊ ഒരു കള്ളം പറഞ്ഞ് ഒഴിവാക്കും നമ്മളെ, എൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്കൊരാൾക്ക് തരാൻ തോന്നണമെങ്കിലും അള്ളാഹു അല്ല അതിന്റെ മാർഗങ്ങൾ തുറന്നു തരേണ്ടത്. പല ആളുകളും ഇങ്ങനത്തെ ഇസ്മുകളൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് അതിന്റെ ചോട്ടിൽ വന്നിട്ട് കമന്റ് അയക്കുന്ന ഒരു വിഷയം കാണുന്നത്, അള്ളാഹു ഡയറക്റ്റ് എന്ത് ചെയ്യും, പൈസ ഇറക്കി കൊടുക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, അള്ളാഹു ആണല്ലോ കടം വാങ്ങിയാൽ അള്ളാഹു വീട്ടിൽ തരാൻ. ഇങ്ങനെ പല മോശപ്പെട്ട കമന്റുകൾ നമ്മൾ മൈൻഡ് ചെയ്യാറില്ല, അത് അവരും വിവരമില്ലാത്തതിന്റെ പേരിൽ പറയുന്നതാണ്. പക്ഷെ അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാണ്, ഈ മാർഗങ്ങളൊക്കെ തുറന്നു തരുന്ന അള്ളാഹു ആണല്ലോ. വിശാലമായ അള്ളാഹുവിന്റെ ഖജനാവുകൾ തുറന്നു തരാൻ അവനാണല്ലോ കഴിവുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ എനിക്ക് എത്ര വലിയ ജോലി ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു സുപ്രഭാതത്തിൽ ആ കമ്പനി അങ്ങോട്ട് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും? ഒന്നും ചെയ്യാൻ കഴിയില്ല, ആ ജോലി പോയി. അടുത്ത ജോലി കിട്ടണമെങ്കിൽ റബ്ബ് കനിയാണ്. ഈ ജോലിയും അള്ളാഹുവിന്റെ ഔദാര്യമായി കിട്ടിയതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് സമ്പത്ത് കിട്ടുക, സ്ഥാനമാനങ്ങൾ കിട്ടുക, അതൊക്കെ റബ്ബ് നൽകുന്നതാണ്. അതുകൊണ്ട് ബേജാറാകേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്യാ, അള്ളാഹുവിന്റെ പേര് പറഞ്ഞു, അള്ളാഹുവെ നീ നിന്റെ വിശാലമായ ഖജനാവുകൾ ഞങ്ങൾക്ക് നീ തുറന്നു തരണേ എന്ന് ആത്മാർത്ഥമായി ദ്വാരുന്ന കടങ്ങൾ വീട്ടിൽ കിട്ടും, രോഗശമനം റെഡിയാവും. അതുപോലെ തന്നെ കടങ്ങൾ മാറിക്കിട്ടും. ജീവിതത്തിൽ സന്തോഷമുണ്ടാകാൻ ഈ ഇസ്മ ചൊല്ലുന്നവർക്ക് അള്ളാഹു തൗഫീഖ് കൊടുക്കുന്നു. ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവും. ചിലപ്പോ നല്ല വരുമാനമുള്ള വീടായിരിക്കും, നല്ല ജോലിയുള്ള ഭാര്യയ്ക്കും ഭർത്താവിനൊക്കെ നല്ല ജോലി ഉണ്ടാവും. പക്ഷെ വീട്ടിലൊരു സമാധാനം ഉണ്ടാവും. വീട്ടിലേക്ക് കയറി അടിയും വഴക്കും ബഹളമായിരിക്കും. ചില വീടുകൾ എടുത്തു നോക്കി, പുറമേ നോക്കാനൊക്കെ വലിയ കൊട്ടാരം പോലെ ഉണ്ടാവും, ഉള്ളോ ദാരിദ്ര്യം പിടിച്ച കുടിലിനെക്കാട്ടി മോശമായ അവസ്ഥയായിരിക്കും. ഒരു സമാധാനവുമില്ലാത്ത വീടായിരിക്കും. അങ്ങനെ ആവാൻ പാടില്ല. നമ്മുടെ വീടുകളൊക്കെ ചെറിയ വീടാണെങ്കിലും മസ്കനാകണം, സമാധാനമുള്ളതാകണം. അങ്ങനെ സന്തോഷമുള്ള ജീവിതം, അത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹബന്ധമാകട്ടെ, ഭാര്യയും ഭർത്താവും മക്കളും തമ്മിലുള്ള സ്നേഹബന്ധമാകട്ടെ, ഭാര്യയും ഭർത്താവും മക്കളും, കുടുംബാദികൾ, മാതാപിതാക്കൾ എല്ലാവരും ചേർത്തുള്ള സ്നേഹബന്ധമാകട്ടെ, അമ്മായിയമ്മയും മരുമകളും, അതുപോലെ തന്നെ മാതാപിതാക്കളും മക്കളും തുടങ്ങി ഏതു ബന്ധവുമായിക്കൊള്ളട്ടെ, സ്നേഹത്തിൽ സന്തോഷത്തോടെ ജീവിതത്തിൽ സന്തോഷം നിറയാൻ ഈ ഒരു ഇസ്മ പതിവാക്കുന്നവർക്ക് അള്ളാഹു തൗഫീഖ് കൊടുക്കുന്നതാണ്. നമുക്കൊക്കെ ആഗ്രഹം തന്നെയല്ലേ, നമുക്ക് ആഗ്രഹമല്ലേ സമാധാനം ഉണ്ടാകുക അല്ലേ, സക്കീനത്തുണ്ടാകുക. അല്ലാഹുമ്മ ജഅൽനി അല്ലാഹുമ്മ അഹീനി മിസ്കീന, എന്നെ നീ സമാധാനമുള്ളവനായി ജീവിപ്പിക്കണേ അല്ലാഹ്. വഅമിത്നി മിസ്കീന, മരിക്കുന്ന സമയത്ത് സമാധാനമുള്ളവനാക്കണേ അല്ലാഹ്. ജഅൽനി ഫീ സുംറത്തിൽ മസാക്കീൻ, അല്ലാഹുവേ നാളെ മസാക്കീന്മാർ മിസ്കീന്മാരുടെ കൂടെ, അതായത് സമാധാനമുള്ളവരോടൊപ്പം നീ എന്നെ ചേർത്ത് തരണേ എന്ന് മുത്തുനബി തങ്ങൾ എപ്പോഴും ദ്വാരക്കാരുണ്ടായിരുന്നു. സമാധാനം നമ്മുടെ ജീവിതത്തിൽ വേണം, അള്ളാഹു നൽകുമാറാകട്ടെ. ഇനി മക്കളില്ലാതെ ചിലപ്പോൾ വിഷമിക്കുന്ന വീടുകൾ ഉണ്ടാവും. മക്കളില്ലാത്ത എന്ത് ചെയ്യാ, ഭാര്യ ഭർത്താക്കം തമ്മിൽ അടി. എന്തിന്റെ പേരിലാണ് ആ കലഹം? ഭാര്യ പ്രസവിക്കുന്നില്ല, ഭാര്യയ്ക്ക് മക്കളുണ്ടാകുന്നില്ല. ഭാര്യ പറയും ഭർത്താവിന്റെ കുഴപ്പമാണ്, ഭർത്താവ് പറയുമല്ല ഭാര്യയുടെ കുഴപ്പമാണ്. അപ്പൊ ഇങ്ങനെ മക്കളുണ്ടാകണില്ല എന്ന് വിഷമം പറയുന്ന ആളുകൾ, അല്ലെങ്കിൽ മക്കളില്ലാതെ വിഷമിക്കുന്നവരാണെങ്കിൽ സ്ത്രീകൾക്ക് ഏറ്റവും നല്ലൊരു മാർഗം കൂടിയാണ് ഈ ഇസ്മ. 7 ദിവസം നോമ്പെടുത്തുകൊണ്ട് 7 ദിവസം തുടർച്ചയായി ആ ഉമ്മമാര് നോമ്പെടുക്കുക. എന്നിട്ടോ നോമ്പ് തുറക്കുന്ന സമയത്ത് 21 തവണ യാ ബാരിഉ എന്നും യാ മുസവ്വിറു എന്നും ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മക്കളെ കൊണ്ട് സന്തോഷം നൽകുന്നതാണ് എന്ന്. മനസ്സിലായോ? 7 ദിവസം തുടർച്ചയായി നോമ്പെടുത്ത് ആ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ, എല്ലാ ദിവസവും നോമ്പ് തുറക്കുന്ന സമയത്ത് 21 തവണ വീതം യാ ബാരിഉ എന്നും അതുപോലെ തന്നെ യാ മുസവ്വിറു എന്നും. ഇപ്പൊ സുഖമാണ് എന്ത്, മക്കളില്ലാത്ത സ്ത്രീകളുണ്ട് എങ്കിൽ, ഉമ്മമാര് സഹോദരിമാരുണ്ട് എങ്കിൽ അവർക്ക് ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗം ഇപ്പോഴാണ്. നോമ്പ് എന്തായാലും നമ്മൾ നിർബന്ധമായി എടുക്കണം. ഇപ്പൊ ഈ നോമ്പിന്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യാ, നമ്മൾ ആ നോമ്പ് തുറക്കുന്ന സമയത്ത് മുടങ്ങാതെ 21 തവണ യാ ബാരിഉ എന്നും യാ മുസവ്വിറു എന്നും കൂടി ചേർത്ത് എന്ത് ചെയ്യാ പറയുക. ചേർത്ത് പറഞ്ഞിട്ട് നമ്മളോട് ദ്വാരക, അല്ലാഹുവേ സ്വാലിഹീങ്ങളായ മക്കളെ കൊണ്ട് സന്തോഷം നൽകണേ അല്ലാഹ്. എങ്ങനെ സ്വാലിഹീങ്ങളായ മക്കളെ, നമുക്ക് എങ്ങനെയുള്ള മക്കൾ കിട്ടിയിട്ട് കാര്യമില്ല.
എങ്ങനെയും വഴിവഴിച്ചു വന്ന മക്കളെ കിട്ടിയിട്ട് കഴിയില്ലല്ലോ. അപ്പൊ നമുക്ക് സ്വാലിഹായ മക്കളെ കൊണ്ട് സന്തോഷം കിട്ടും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം, അള്ളാഹു ഞങ്ങൾക്ക് സ്വാലിഹായ മക്കളെ നീ നൽകണേ എന്ന് ആത്മാർത്ഥമായി ദുആ ഇരുന്നു കഴിഞ്ഞാൽ പിന്നീട് അവർ ബന്ധപ്പെടുന്ന ശാരീരിക ബന്ധത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കുട്ടികളെ നൽകും. അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. മക്കളില്ലാതെ വിഷമിക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾക്കും അള്ളാഹു ഖൈറായ മക്കളെ കൊണ്ട് സന്തോഷം നൽകുമാറാകട്ടെ. ഇനിയോ നമ്മൾ ഈ ദുനിയാവ് വിട്ടുപോയി മരണപ്പെട്ടു പോയി ഖബറിൽ ചെന്ന് കിടക്കണം. ഖബറില്ലാത്ത ഒരാളും ഇല്ലല്ലോ, എല്ലാവരും ഖബറിൽ ചെന്ന് കിടക്കണം. ആ ഖബറിൽ നമുക്ക് ശിക്ഷ ഉണ്ടാവൂല. ഈ ഇസ്മ പതിവാക്കുന്നവന് ഖബറിൽ നിന്നും അള്ളാഹു സംരക്ഷണം നൽകും. ഖബറിൽ ഇടങ്ങേറുണ്ടാവൂല, ഖബറിൽ ബുദ്ധിമുട്ടാക്കൂല അള്ളാഹു. അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മുടെ ഖബറുകളൊക്കെ ആക്കി തരട്ടെ. അതുപോലെ തന്നെ നമ്മൾ ഈ ഇസ്മ ചൊല്ലിയിട്ട് നമ്മളിൽ നിന്ന് മൺമറിഞ്ഞു പോയ നമ്മുടെ ഉപ്പമാരും ഉമ്മമാര് സഹോദരിമാര് ഭർത്താക്കന്മാർ സഹോദരങ്ങൾ ഭാര്യമാര് തുടങ്ങി ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ വേണ്ടിയിട്ടൊന്ന് ഹദിയ ചെയ്യുക. അള്ളാഹുവെ ഈ ഇസ്മിന്റെ ബർക്കത്തുകൊണ്ട് അവരുടെ ഖബർ ശിക്ഷ നീ ലഘൂകരിച്ചു കൊടുക്കണേ അള്ളാഹ്. അവർക്ക് വേണ്ടി ദ്വാരക്ക എന്ത് ചെയ്യും, അവരുടെ ഖബറും അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കും. ഏത് ആപത്തുണ്ടെങ്കിലും നമുക്ക് ഏത് ആപത്ത് കണക്കാക്കിയിട്ടുണ്ടെങ്കിലും അത് ദുനിയാവിലെ ആപത്താകട്ടെ ആഖിറത്തിലെ ആപത്താകട്ടെ അല്ലേ. നമ്മൾ വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരാണ്, അപകടങ്ങളിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. നടന്നു പോകുന്നവർക്ക് തന്നെ അപകടപ്പെടുന്നുണ്ട്. അപ്പൊ എന്ത് അപകടമാണ് നമുക്ക് കണക്കാക്കിയത് എങ്കിലും ആ അപകടത്തെ തൊട്ട് സംരക്ഷണം ലഭിക്കാൻ ഈ ഇസ്മ പതിവാക്കിയാൽ മതി എന്ന് മഹാന്മാർ ഉദ്ധരിക്കുന്നതായി കാണാം. അപ്പോ അപകടങ്ങളിൽ നിന്നും കാവൽ ലഭിക്കാനുള്ള ഒരു കാവല് കൂടിയെ കാണി ഇസ്മ. നോക്കുക, ചെറിയൊരു ഇസ്മാണ് യാ ബാരി, യാ ബാരിഉ യാ ബാരിഉ യാ ബാരിഉ യാ ബാരിഉ. ഇതിന്റെ കൂട്ടത്തിൽ യാ അല്ലാഹ് എന്ന് ചേർത്ത് ചൊല്ലിയാലും മഹത്വമാണ്. യാ അല്ലാഹ് യാ ബാരിഉ 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 യാ അല്ലാഹ്. എളുപ്പത്തിൽ ചൊല്ലി തീർക്കാൻ പറ്റൂലേ. അപ്പൊ ഖബർ ശിക്ഷയിൽ നിന്നും ലഘൂകരിക്കാനുള്ള ഒരു മാർഗം കൂടിയാണ് യാ ബാരിഉ എന്ന ഇസ്മ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. കൂട്ടത്തിൽ ഞാൻ യാ മുസബ്ബിറു എന്നൊരു ഇസ്മ കൂടെ പറഞ്ഞിരുന്നല്ലോ അല്ലേ. യാ മുസബ്ബിർ, വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് ചൊല്ലാൻ, നോമ്പ് തുറക്കുന്ന സമയത്ത് ചൊല്ലാൻ പറഞ്ഞ ആ ഇസ്മിന് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ഇപ്പൊ കൃഷിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പൊ നമ്മുടെ വീട്ടിൽ അടുക്കളത്തോട്ടമൊക്കെ ഉണ്ടാവും അല്ലെ, അടുക്കളത്തോട്ടം അല്ലെങ്കിൽ സ്ഥിരമായി കൃഷി ചെയ്യുന്ന വലിയ പറമ്പിലൊക്കെ വലിയ കൃഷികൾ ചെയ്യുന്ന പലവർഗ്ഗങ്ങളും അതുപോലെ പച്ചക്കറികളും ഒക്കെ കൃഷി ചെയ്യുന്ന കുടുംബാദികൾ ഉണ്ടാവും, മക്കളും ഭാര്യമാരും ഒക്കെ ഉണ്ടാവും. അപ്പോ ആ ഉമ്മമാർക്കും സഹോദരിമാർക്കും ഒക്കെ യാ മുസബ്ബിറു എന്ന ദിക്ർ അധികമായി ചൊല്ലിക്കഴിഞ്ഞാൽ ആ കൃഷികൾക്കൊക്കെ അള്ളാഹു വലിയ മെച്ചം നൽകും. അതായത് കായ്കനികൾ കായ്ഫലങ്ങളൊക്കെ അള്ളാഹു കൂടുതൽ നൽകും. കൃഷി വിജയിപ്പിച്ചു നൽകും. അപ്പൊ അതുകൂടെ ശ്രദ്ധിക്കുക. അള്ളാഹു നല്ല ഭക്ഷണം നമുക്കൊക്കെ നൽകുമാറാകട്ടെ. ഹലാലായ രൂപത്തിൽ നല്ല മാർഗത്തിൽ അധ്വാനിച്ച് ഭക്ഷണം കഴിക്കുക, നല്ല വിഷമില്ലാത്ത ഭക്ഷണം കഴിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. നമ്മളെപ്പോഴും അങ്ങനെ ദ്വാരക്കണം. കാരണം ഇപ്പൊ വരുന്ന ഭക്ഷണങ്ങളൊക്കെ പലപ്പോഴും വിഷമടിച്ച് മരുന്നടിച്ചിട്ടൊക്കെയാണ് വരുന്നത്. അപ്പൊ നല്ല ഭക്ഷണം ആ സമയത്ത് കിട്ടുക എന്നുള്ള വലിയ നേട്ടം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരത്തിൽ മറ്റൊരു മഹത്തായ ഇസ്മോ ദുആയോ ദിക്റൊക്കെ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും.